ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ് ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാൻ എന്താണ്, നമ്മുടെ കോൺവെക്സ് ടു ഒറിജിൻ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് പോകാറുള്ളത് അല്ലേ. അപ്പോൾ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കിക്കേണ്ടത് പരീക്ഷയ്ക്ക് അതിൽ ചോദ്യം വരുന്നവരാണ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു 5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് വൃത്തിയായിട്ട് നോക്കിക്കുക, പരീക്ഷയ്ക്ക് ചോദ്യം വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള കൺസ്യൂമർ ഇക്വിലിബ്രിയമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ബജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവും ഒന്നിച്ച് വരുന്ന ഒരൊറ്റ കർവ് ചെയ്ത് മാത്രമേ ഉള്ളൂ കൺസ്യൂമർ ഇക്വിലിബ്രിയമാണ്. അപ്പോൾ നമുക്ക് വരക്കാം. ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബജറ്റ് ലൈൻ അവിടെ വരച്ചു ചേർത്തു. ഞാനതിന് പേര് കൊടുത്തു, ബജറ്റ് ലൈന് BL എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻഡിഫറൻസ് കർവ്, ഞാൻ 2 ഇൻഡിഫറൻസ് കർവ് വരക്കുന്നുണ്ട്, വേറെ ഒന്നിനുമില്ല. നിങ്ങൾക്കറിയാം 2 ഇൻഡിഫറൻസ് കർവ് വരക്കുന്നതിൻ്റെ ഉദ്ദേശം 2 തമ്മിലുള്ള റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചു. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് കൂടി വരക്കാണ് ചെയ്യുന്നത്. അപ്പോൾ യെസ്, നമുക്കത് ഈ പറയുന്ന ലൈനിൽ ടച്ച് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, വരക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 കർവുകൾ വരച്ചു വെച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടച്ച് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ യെസ് നോക്കിക്കോളൂ. യെസ്, അപ്പോൾ നമ്മുടെ കർവ് ഏകദേശം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മളതിന് പേര് കൊടുക്കണേ ഇൻഡിഫറൻസ് കർവ് നമ്പർ 1ഉം ഇൻഡിഫറൻസ് കർവ് നമ്പർ 2ആണ് കൊടുക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് നമ്പർ നമുക്കറിയുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് സംഭവിക്കുക, ഇക്വിലിബ്രിയം സംഭവിക്കുക, കൺസ്യൂമർ ഇക്വിലിബ്രിയം. കാരണം ഇക്വിലിബ്രിയം പോയിന്റ് സംഭവിക്കാനുള്ള കാരണം ഈ ബജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ഇട്ട് വരുന്ന പോയിന്റാണ്. നമുക്ക് എഴുതിയേക്കാം എന്ന് പറയുന്ന പോയിന്റാണ് എന്ത് ചെയ്യുക, കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്കവിടെ സംഭവിക്കാറുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം ബജറ്റ് ലൈനും അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഇൻഡിഫറൻസ് കർവും തുല്യമായിട്ട് വരുന്ന പോയിന്റാണ്. അതുമാത്രമല്ല രണ്ടിൻ്റെയും സ്ലോപ്പ് എന്താണ്, സെയിം ആയിട്ട് വരുന്ന പോയിന്റാണ് അല്ലേ. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം അവിടേക്കും സംഭവിക്കുന്നുണ്ടാവുക. ഇനി അടുത്തതാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോർഷനാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് നോക്കാം. മെയിനായിട്ടുള്ളത് 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി നോക്കാറുള്ളത്. അതിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിയുടെ കർവ് നോക്കിക്കോളൂ. പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കർവ് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതായിരിക്കും നമ്മുടെ ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് സംഗതി ഇതായിരിക്കും വാല്യൂ ചെയ്യുന്നുണ്ടാവുക. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇങ്ങനെയാണ് കർവ് വരിക. ഇനി രണ്ടാമത്തെയാണ് പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വെർട്ടിക്കൽ ടു എക്സ് ആക്സിസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുടെ കർവ് യഥാർത്ഥത്തിൽ വരുന്നത് എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതായിരിക്കും ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന രീതിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവും കേട്ടോ. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന ഷേപ്പിലായിരിക്കും. അതായത് ഒരിക്കലും എക്സ് ആക്സിനെയും വൈ ആക്സിനും ടച്ച് ചെയ്യാതെ പോകുന്ന ലൈനായിരിക്കും റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും, ഇലാസ്റ്റിസിറ്റി വിൽ ബി ഈക്വൽ ടു 1. ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ നമുക്ക് വരുന്ന ഇലാസ്റ്റിസിറ്റി വിൽ ബി ഈക്വൽ ടു 1 ഇൻഫിനിറ്റി വരുന്നു. ആൻഡ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0 എന്ന ലെവലിൽ വരുന്നുണ്ട്. ഇനി ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കുമാണ് പറഞ്ഞത്. ഇലാസ്റ്റിക് കർവ് ആണെങ്കിൽ ഇലാസ്റ്റിക് കർവിൻ്റെ ഷേപ്പ് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഒരു ഫ്ലാറ്റ് കർവായിരിക്കും നമുക്ക് വരുന്നുണ്ടാവും. ഒരു ഫ്ലാറ്റ് ലൈനായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈനായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതായത് പ്രൈസിലെ ചെറിയൊരു ചേഞ്ച് തന്നെ വലിയൊരു ചേഞ്ച് ഇലാസ്റ്റിസിറ്റിയിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാക്കുന്നെങ്കിലാണ് ഫ്ലാറ്റ് ആയിട്ട് വരിക. ആൻഡ് ഫൈനലി ഇൻഇലാസ്റ്റിക് ആണ് ഇതൊരു സ്റ്റീപ്പർ ആയിട്ടുള്ള കർവായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീപ്പ് കർവായിരിക്കും നമുക്ക് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ട് വന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഫസ്റ്റ് കേസിൽ നമുക്ക് വരുന്നത് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഉണ്ടാവാം. എന്നാൽ രണ്ടാമത്തെ കേസിൽ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഷേപ്പ് മറക്കണ്ട, ഇവിടെ ഫ്ലാറ്റ് ആണ്, ഇവിടെ എന്താ വരുന്നത് സ്റ്റീപ്പ് ആയിട്ടുള്ളതാണ് ഇലാസ്റ്റിസിറ്റിയുടെ ഷേപ്പ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇലാസ്റ്റിസിറ്റി വരെ നമുക്ക് നോക്കാനുള്ളത്. ഇനി തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാനുള്ളത്. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 തരം പ്രൊഡക്ഷൻ ഫംഗ്ഷനുള്ള ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്. ഷോർട്ട് റണ്ണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നും ലോങ് റണ്ണ് റിട്ടേൺസ് സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നൊരു സംഭവമാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഈ ഐസോകോണ്ട് എന്ന് പറയുന്ന സംഗതി വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. നമ്മുടെ ഇൻഡിഫറൻസ് കർവില്ലേ അത് തന്നെയാണ് സംഗതി എന്ന് പറയുന്നത്. പക്ഷേ ഒരൊറ്റ മാറ്റം, അയാളുടെ പേര് മാറ്റണം, ഐസോകോണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മാറ്റം. ബാക്കിയെല്ലാം സെയിമാണ്, ഫീച്ചേഴ്സും പ്രോപ്പർട്ടീസും ഒക്കെ സെയിമാണ്. ഇൻഡിഫറൻസ് കർവ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് കോസ്റ്റ് കർവാണ്. കോസ്റ്റ് കർവ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോലെ 7 കോസ്റ്റ് കർവാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഒന്ന് നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് കർവ് ഉണ്ട്, പിന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഓരോന്നായിട്ട് ഞാൻ വരക്കാം. ആദ്യം ഞാൻ വരക്കാൻ പോകുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ നോക്കിക്കോളൂ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഞാനിവിടെ വരച്ചു വെച്ചു.
നിങ്ങളിവിടെ കാണുന്നുണ്ടാവും സ്ക്രീനിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഞാനിവിടെ വരക്കുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ഇങ്ങനെ വരാനുള്ള കാര്യം നമുക്കറിയാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അത് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രൊഡക്ഷൻ്റെ സമയത്ത് എല്ലാം സെയിം ആയിരിക്കും. ഇനി രണ്ടാമത് വരുന്നതിന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ വരുന്നതിന് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന 3 എണ്ണമായി. അപ്പോൾ ഈ 3 ജസ്റ്റ് ഒന്ന് പേരുകൾ നോക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ടോട്ടൽ കോസ്റ്റ്, സെക്കൻഡ് വൺ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, തേർഡ് വൺ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. വരച്ച രീതി ഓർമ്മയിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് 3 പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ആവറേജ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് വരച്ച് കാണിച്ചു തരാം. ഞാൻ ഒറ്റ കർവിലാണ് ഇതൊക്കെ വരക്കാൻ പോകുന്നത്. സോറി, 2 കർവായിട്ട് നമുക്ക് വരക്കാം. കാരണം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് വേറെ കർവിൽ വരക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഇതിലാദ്യം ഞാൻ വരക്കുന്നത് ഏറ്റവും ടോപ്പിൽ നമുക്ക് വരുന്ന കർവ് ഏതായിരിക്കും? ആവറേജ് കോസ്റ്റ് കർവ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന കർവ്, ആവറേജ് കോസ്റ്റ് കർവ്. അപ്പോൾ ഞാൻ അതിന് പേര് കൊടുക്കുന്നു ആവറേജ് കോസ്റ്റ് കർവ്, AC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് എങ്ങനെ വരക്കുന്നതേക്കോളും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഇതാ ഒരുപാട് താഴെ നിന്ന് തുടങ്ങിയിട്ട് പക്ഷേ പതുക്കെ AC-യോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്കുണ്ടാവുക. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഞാനിവിടെ വരച്ച് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്കതിൻ്റെ പേര് കൊടുക്കാം ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൊടുത്തു. ആൻഡ് ലാസ്റ്റ് വൺ നമുക്കിവിടെ വരുന്നത് മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കഴിഞ്ഞു. ഇനി MC കർവ് കൂടിയാണ് നമുക്ക് ഇതിൽ വരക്കാൻ പറ്റുന്നത്. അപ്പോൾ MC കർവ് ഞാനൊന്ന് കളറ് മാറ്റിയിട്ടാണ് വരക്കുന്നത്, നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ MC കർവ് നമുക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. എല്ലാത്തിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് എല്ലാത്തിൻ്റെയും മിനിമത്തിലൂടെ കട്ട് ചെയ്ത് പോകുന്ന കർവാണ് MC കർവ് എന്ന് പറയുന്നത്. അപ്പോൾ MC കർവിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും എന്താണ്, ഈ പറഞ്ഞ എല്ലാത്തിനും U ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാത്തിനും U ഷേപ്പാണ് ഉണ്ടാവുക. ഈ 3 എണ്ണം AC, AVC ആൻഡ് MC, ഇത് 3 എന്താണ് U ഷേപ്പുള്ള കർവാണ് വരുന്നത്. എന്നാൽ നമ്മുടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ലോ, ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് മാത്രം നമുക്ക് മാറ്റം വരുന്നുണ്ട്. അതെങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഷേപ്പ് എപ്പോഴും നമ്മൾ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞൊരു ഷേപ്പിലാണ് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ Y ആക്സിനെ ടച്ച് ചെയ്യില്ല, X ആക്സിനെ ടച്ച് ചെയ്യാതെ പോകുന്ന കർവായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിക്കുക. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന കർവ് AFC കർവ് എന്താ ഇങ്ങനെയാണ് വരക്കാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് കർവുകളെല്ലാം ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് എക്സാമിന്, ഓണം എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇത്രയും ഭാഗങ്ങളായിരുന്നു നമ്മുടെ കോസ്റ്റ് കർവുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, 3 ചാപ്റ്റർ, ഇതിൽ 3 വരുന്ന ഏകദേശം എല്ലാ കർവുകളും നമ്മൾ ടച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചേക്കാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.